ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ഫിഗറാണ് നാം 2D ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫിഗർ. അപ്പോൾ ആദ്യം നാം 90-60 ഇതുള്ള ലെങ്ത്തുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വരക്കുന്നത്. 90-60 ലെങ്ത്തുള്ള റെക്റ്റാങ്കിൾ. ലൈൻ കമാൻഡ് എടുക്കുക. ഓർത്തോ ഓൺ ചെയ്യുക. 90-60 സി 90-60. അപ്പോൾ ഇനി നാം ഈ കോർണർ പോയിന്റിൽ റേഡിയസ് 10, ഡയമീറ്റർ 10 ഇങ്ങനെ 2 സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാം ഈ കോർണർ പോയിന്റിൽ. അപ്പോൾ സർക്കിൾ റേഡിയസ്, സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുക. ഈ കോർണർ പോയിന്റ് സെലക്ട് ചെയ്യുക. റേഡിയസ് 10 എൻ്റർ. ഇനി സെൻറ്റർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. സെൻറ്റർ ഡയമീറ്റർ 10. ഇനി ഈ സർക്കിൾ രണ്ടും നമുക്ക് ഇവിടെയും സർക്കിളുകൾ വേണം. ഈ 3 വശത്തും ഇതേ രീതിയിലുള്ള 2 സർക്കിൾസ് ആവശ്യമാണ്. പക്ഷെ നാം ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാതെ, നമുക്ക് നേരിട്ട് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് അത് മിറർ ചെയ്യാവും. അപ്പം മിറർ ചെയ്യാനായിട്ട് മിററിൻ്റെ ഷോർട്ട് കട്ട് MI ആണ്. MI എൻ്റർ. നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഓബ്ജക്റ്റുകൾ രണ്ടും സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ നമ്മൾ ഈ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈ അടിയിൽ കാണുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ മിറർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് രണ്ടും, ഈ 2 സർക്കിളുകൾ, 2 സർക്കിൾസും നമുക്ക് ഇങ്ങോട്ടും മിറർ ചെയ്യാം. അപ്പോൾ മിറർ കമാൻഡ് ഒന്നുകൂടി എടുക്കാം. MI എൻ്റർ. ഈ 2 സർക്കിളും ഇപ്പുറത്തുള്ള 2 സർക്കിളും സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഇനി ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ മിറർ ലൈൻ, ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ 4 വശത്തും ഈ 2 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ട്രിം ചെയ്യാം. ഇതിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ ട്രിം ചെയ്യണം. അപ്പോൾ ട്രിം കമാൻഡ് എടുക്കുക. ട്രിമ്മിൻ്റെ ഷോർട്ട് കട്ട് TR ആണ്. TR എൻ്റർ. ഇനി നമുക്ക് ട്രിം ചെയ്യാം. ഇവിടെ ഇങ്ങനെ ട്രിം ചെയ്യാം. ഇനി ഈ വശത്തും ട്രിം ചെയ്യുക അതുപോലെ. ഇനി ഈ വശത്തും ട്രിം ചെയ്യാം. ഇവിടെയും ട്രിം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ. ഇനി ഇതിനകത്ത് 2 സർക്കിളുകൾ ആണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത്. അതിനു മുമ്പ് ഈ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഈ മിഡ് പോയിന്റ് ട്രാക്ക് ചെയ്ത് 2 ലൈനുകൾ വരയ്ക്കാം. മിഡ് പോയിന്റുകൾ ട്രാക്ക് ചെയ്ത് ഈ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റും ലൈൻ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്
ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. ഹൊറിസോണ്ടലായിട്ട് ഇവിടെ മിഡ് പോയിന്റ് ട്രാക്ക് ചെയ്യുക, വരക്കുക. ഇനി ലൈൻ കമാൻഡ് എടുക്കുക. ഈ വെർട്ടിക്കലായിട്ട് ഈ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരക്കുക, എൻ്റർ ചെയ്യുക. ഇനി ഈ സെൻറ്റർ പോയിന്റ്, ഈ മിഡ് പോയിന്റിലാണ്, ഈ ഇന്റർസെക്ഷൻ, ഈ പോയിന്റിലാണ് നമ്മൾ സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മിഡ് പോയിന്റ് ആയിട്ട് സർക്കിളിന്റെ സെന്റർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഡയമീറ്റർ 16 ഒരു സർക്കിളാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ റേഡിയസ് 24.5. പിന്നെ അതുകൂടാതെ അതിന് 4 ഇങ്ങോട്ട് മാറി, 4 അകത്തേക്ക് മാറി. അതായത് 24 4 മാറിയപ്പോൾ 20.5, 24.5ന്റെ ഒരു സർക്കിളും 20.5ന്റെ സർക്കിളും, അങ്ങനെ 2 റേഡിയസ് ഉള്ള 2 സർക്കിളാണ് നമുക്ക് വേറെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡയമീറ്റർ 16, പിന്നെ റേഡിയസ് 24.5, പിന്നെ റേഡിയസ് 20.5, ഇങ്ങനെ 3 സർക്കിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സർക്കിൾ സെൻറ്റർ ഡയമീറ്റർ ആദ്യം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് 16 ഡയമീറ്ററിൻ്റെ ഒരു സർക്കിൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. 16. ഇനി 24.5ന്റെ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുക, മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. 24.5 എന്താ. ഇനി അതിനകത്തുള്ള 4 കാണിച്ചിട്ടുണ്ട്, 4 യൂണിറ്റ് അകത്തേക്ക് ഉള്ള രീതിയിലുള്ള ഒരു സർക്കിൾ. അപ്പോൾ 20.5 ആണ്. അപ്പോൾ സർക്കിൾ സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുക, 20.5 സെലക്ട് ചെയ്തു. ഇനി നോക്കിയാൽ നമ്മൾ ഈ മിഡ് പോയിന്റ് സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് 75 ഡിഗ്രി ഉള്ള രീതിയിലുള്ള ഒരു ലൈനാണ് ഈ കാണിച്ചേക്കുന്നത്. സെൻറ്റർ പോയിന്റ് 75 ഡിഗ്രിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 90 - 75 ശരിക്കും 15 ഡിഗ്രി ഉള്ള ഒരു ആംഗിളുള്ള ലൈനാണ് നമുക്ക് കണ്ടത്. 15 ഡിഗ്രി ആംഗിളുള്ള ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് 90 - -15, 90 - 75, 15 അതിൻ്റെ 15 ആംഗിളുള്ള ഒരു ലൈൻ വരക്കണം. ആ ലൈൻ 24.5 ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൈൻ കമാൻഡ് എടുക്കുക, സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് 24.5 ഡിസ്റ്റൻസ് ആണ്. അപ്പം 24.5. ഇനി എൻ്റർ ചെയ്തതിന് മുമ്പ് ടാബ് അമർത്തണം. ടാബ് അമർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിനി ആംഗിൾ അറിയാനായിട്ടാണ്. നമുക്ക് ആംഗിൾ 15 ഡിഗ്രി ആംഗിളിലാണ് വേണ്ടത്. അപ്പം ഇനി ആംഗിൾ രേഖപ്പെടുത്തുക 15, അത് കഴിഞ്ഞ് എൻ്റർ. ഇപ്പം നമുക്ക് കൃത്യമായി 24.5 ഡിസ്റ്റൻസിലുള്ള 15 ഡിഗ്രി ആംഗിളുള്ള ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് നോക്കാം. നമുക്ക് ഇവിടെയും ഈ ഭാഗത്തും 4 ഡയമീറ്ററുള്ള 4 ഡയമീറ്ററുള്ള 2 സർക്കിളുകളാണ് ആവശ്യം. ഈ ഭാഗത്ത് ഇതിൻ്റെ ഇത്രയും ഭാഗം 4 ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 4. അപ്പം 4 യൂണിറ്റുള്ള ഡയമീറ്ററുള്ള 2 സർക്കിൾ നമുക്ക് വരക്കാം. അതിന് നമുക്ക് 2 പോയിന്റ് സർക്കിൾ വരച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് സർക്കിൾ
കമാൻഡ് എടുക്കുക. അതിൽ 2 പോയിന്റ് എടുക്കുക. 2 പോയിന്റ് എടുക്കുക. ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും സെലക്ട് ചെയ്യുക. 2 പോയിന്റ്. ഇത് ഡയമീറ്റർ ആണ്. ശരിക്കും 4 ഡയമീറ്റർ ആണ്. ഇനിയും സർക്കിൾ കമാൻഡ് എടുക്കുക. 2 പോയിന്റ് എടുക്കുക. ഇവിടെ ഒരു പോയിന്റും ഇവിടെയും ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ അതും 4 ഡയമീറ്ററുള്ള സർക്കിളായി. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഈ അകത്തുള്ള ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. ട്രിമിൻ്റെ ഷോർട്ട് കട്ട് TR ആണ്. TR എൻ്റർ എൻ്റർ. ഇത് രണ്ടും നമുക്ക് ട്രിം ചെയ്ത് കളയാം. എസ്കേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല. ആ ലൈൻ ഡിലീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ഈ ഭാഗത്ത് 4 സർക്കിൾസ്, ചെറിയ സർക്കിൾസ് ഉണ്ട്. അതും 4 ഡയമീറ്റർ ഉള്ളതാണ്. 4 ഡയമീറ്റർ. അതിൻ്റെ ഇത് ഡയമീറ്റർ 4 ആണ്. അപ്പോൾ 4 ഡയമീറ്റർ ഉള്ള 4 സർക്കിൾസ് ആണ് നോക്കേണ്ടത്. അത് പക്ഷേ അത് ഇൻ ബിറ്റ്വീൻ 45 ഡിഗ്രി ആയിരിക്കണം. പിന്നെ അത് എവിടെ ആയിരിക്കണം എന്നുള്ളത് അറിയാനായിട്ട് ഇത്രയും ഭാഗം 90 ആണ്. 90 ഡിഗ്രിയാണ്. ഈ ഇത്രയും ഭാഗം 45 ഡിഗ്രിയാണ്. അപ്പം 90 + 45 എന്ന് പറയുമ്പോൾ 135 ഡിഗ്രിയിലുള്ള ഒരു ലൈനാണ് നമുക്ക് ആദ്യം വരക്കേണ്ടത്. 135 ഡിഗ്രിയിലുള്ള ലൈൻ. അതെവിടേക്ക്? 24.5 ലെങ്ത്തിൽ. 24.5 ലെങ്ത്തിൽ 135 ഡിഗ്രിയിലേക്കുള്ള ഒരു ലൈൻ വരക്കണം. അപ്പോൾ നമുക്ക് ലൈൻ കമാൻഡ് എടുക്കുക. സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് 24.5 ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് വേണ്ടത് ലൈനിൻ്റെ. അപ്പം 24.5. ഇനി ടാബ് അമർത്തുക, എൻ്റർ ചെയ്യാതെ. കാരണം നമുക്ക് ആംഗിൾ അടയാളപ്പെടുത്തണം. അപ്പം ടാബ് 135, അതായത് 90 + 45, 135ൻ്റെ നമുക്ക് ഡിഗ്രി വേണ്ടത്. അപ്പം 135 എൻ്റർ. അപ്പോൾ നമുക്ക് ആ ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ ഒരു സർക്കിള് എടുക്കാം. ശരിക്കും 4 ഡയമീറ്ററുള്ള 4 സർക്കിളാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഡയമീറ്റർ 4 ഒരു സർക്കിൾ നമ്മൾ 2 പോയിന്റ് ഇവിടെ എടുക്കാൻ പറ്റും. സർക്കിൾ 2 പോയിന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും സെലക്ട് ചെയ്യുക. ഇപ്പോൾ 4 ഡയമീറ്ററുള്ള ഒരു സർക്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗം വേണമെങ്കിൽ ഇതെല്ലാം ട്രിം ചെയ്ത് കളയാൻ പറ്റും. ഇത്തരം ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രിം ചെയ്യാതിരുന്നത്. ഇനി ട്രിം ചെയ്യാം. അപ്പോൾ ട്രിം കമാൻഡ് എടുക്കുക. TR എൻ്റർ എൻ്റർ. ഇനി നമുക്ക് ട്രിം ചെയ്യാനുള്ളത് ഈ ഭാഗം ട്രിം ചെയ്യാം. ഈ ഭാഗം ട്രിം ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്നും എല്ലാം ട്രിം ചെയ്യാം. ഇതും ട്രിം ചെയ്യാം. ഇത്രയും ട്രിം ചെയ്യാം. ഇതെല്ലാം ട്രിം ചെയ്യാം. ശേഷം ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ബാക്കിയുള്ള ഭാഗങ്ങൾ, സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഈ ലൈന് നമുക്കിനി വേണ്ട. ആ ലൈനും ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഈ സർക്കിൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇനി 45 ഇൻ ബിറ്റ്വീൻ 45 ഡിഗ്രിയിൽ നമുക്ക് 4 സർക്കിൾ കൂടി ആവശ്യമാണ്. അതിന് നാം ചെയ്യേണ്ടത് ഇത് ശരിക്കും അറേ ചെയ്യേണ്ടത്. അറേ പോളാർ അറേയാണ് ചെയ്യേണ്ടത്. അപ്പം അറേ ചെയ്യേണ്ട അറേയുടെ ഷോർട്ട് കട്ട് AR ആണ്. അപ്പം AR എൻ്റർ. ഇനി അറേ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇനി പോളാർ അറേയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പോളാർ ക്ലിക്ക് ചെയ്യുക. ഈ സെൻറ്റർ പോയിന്റ് ഓഫ് ദ അറേ എന്ന് പറയുന്നത് നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യാം. ഇപ്പം 6 items ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 4 items മതി. അത് തന്നെയല്ല ഇൻ ബിറ്റ്വീൻ 45 ഡിഗ്രി ആയിരിക്കണം 4 items. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ ഈ ഐറ്റംസിൻ്റെ ടാബിൽ ചെന്ന് കഴിഞ്ഞിട്ട് items 6 എന്നുള്ളത് 4 ആക്കുക. 4
ഇനി ഇൻ ബിറ്റ്വീൻ നമുക്ക് വേണ്ട 45 ഡിഗ്രിയാണ്. 45 ആക്കണത്. ഇത് 45 ആക്കാം. 45. ഇനി എൻ്റർ ചെയ്യുക. ഇപ്പൊ നമ്മൾ 4 ഇൻ ബിറ്റ്വീൻ 45 ആയിട്ട് 4 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് നോക്കുക, ഇവിടെ ഈ സെന്റർ പോയിന്റ് നിന്ന് 7 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. ഈ ലൈനാണ് സെന്റർ പോയിന്റിന്റെ അതേ ഇതിലുള്ള ലൈനാണ്. അപ്പൊ ഈ ലൈൻ നമുക്ക് 7 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ലൈൻ ഇതിപ്പോ 30 യൂണിറ്റ് ആണ്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് 15 അങ്ങോട്ടും 15 ഇങ്ങോട്ടും നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ആദ്യം നമുക്ക് 7 യൂണിറ്റ് ഈ ലൈൻ 7 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഓ ആണ് ഷോർട്ട് കട്ട്, എൻ്റർ. 7 ആണ്, 7 എൻ്റർ. ഇനി ഇത് സെലക്ട് ചെയ്യുക, ഇങ്ങോട്ട് 7 യൂണിറ്റ്. ഇനി ഈ ലൈൻ 15 ആണ്, ആകെ 30 ആണ്. അപ്പൊ ഇങ്ങോട്ട് 15ഉം ഇങ്ങോട്ട് 15ഉം നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങോട്ട് 15, അപ്പൊ 15 എൻ്റർ. ഇങ്ങോട്ട് 15 നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇങ്ങോട്ടും 15 ഓഫ്സെറ്റ് ചെയ്യാം. എസ്കേപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ 2 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞു. ഈ മിഡ് പോയിന്റ്, ഈ പോയിന്റും ഈ പോയിന്റും, അതായത് ഇവിടെ ഈ പോയിന്റും ഈ പോയിന്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പോയിന്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ 4 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള 2 സർക്കിളുകൾ വരക്കാം. അപ്പൊ സർക്കിൾ സെന്റർ ഡയമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. 4 എൻ്റർ. ഇനിയും സെന്റർ ഡയമീറ്റർ എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. 4 എൻ്റർ. അപ്പൊ 4 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള 2 സർക്കിളുകളും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലൈനുകളൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഓഫ്സെറ്റ് ചെയ്ത ലൈനുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ മിഡ് പോയിന്റ് ലൈനും ഈ ഉള്ളിൽ ആവശ്യമില്ല. അതെല്ലാം നമുക്ക് ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. ആ ലൈനുകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ക്വാഡ്രന്റിൽ നിന്ന് ഈ ക്വാഡ്രന്റിലേക്ക് ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഈ ക്വാഡ്രന്റിൽ നിന്ന് ഈ ക്വാഡ്രന്റിലേക്ക് ഒരു ലൈൻ വരക്കുക. എൻ്റർ ചെയ്യുക. അഗൈൻ ലൈൻ കമാൻഡ് എടുക്കാം. ഈ ക്വാഡ്രന്റിൽ നിന്ന് ഇതേ ക്വാഡ്രന്റിലേക്ക് ഈ ക്വാഡ്രന്റിലേക്ക് ഒരു ലൈൻ വരക്കാം. എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ ഈ ഇതിനകത്തുള്ള സർക്കിളിന്റെ അകത്തുള്ള ഭാഗം നമുക്ക് ട്രിം ചെയ്യാം. അപ്പൊ ട്രിം കമാൻഡ് എടുക്കാം. ട്രിമിന്റെ ഷോർട്ട് കട്ട് TR ആണ്. TR എൻ്റർ ഡബിൾ എൻ്റർ വേണം. ഇനി നമുക്ക് ഇത് ട്രിം ചെയ്യാം. ഈ ഭാഗം ട്രിം ചെയ്യാം. ഇപ്പൊ കൃത്യമായി നമ്മൾ ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ കൃത്യമായ ഒരു ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.